ഈ വീഡിയോയിൽ ഫെസ്റ്റിവൽ എങ്ങനെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ ഓൾറെഡി കുറച്ച് റിസൾട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ റിസൾട്ടിൽ റിലീസിലേക്ക് വരാം. റിലീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് പബ്ലിഷിംഗ് റിസൾട്ട്സ് കൊടുക്കാം. നമുക്ക് ഒരു റിലീസ് എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽ ഒരു റിലീസ് എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്യാനും അൺപബ്ലിഷ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ പബ്ലിഷ് അല്ലെങ്കിൽ അൺപബ്ലിഷ്. ഓൾറെഡി പബ്ലിഷ് ചെയ്ത റിസൾട്ടുകൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിലാണ് അൺപബ്ലിഷ് ചെയ്യാന്നുള്ളത്. ഈ പബ്ലിഷ് ചെയ്തുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഓൾറെഡി കയറ്റിയ റിസൾട്ടുകളൊക്കെ വെബ്സൈറ്റിൽ പബ്ലിക്കിന് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിലീസ് നെയിം കൊടുക്കാം. റിലീസ് 1 ക്രിയേറ്റ് ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഡ്രാഫ്റ്റിലേക്ക് എൻ്റർ ചെയ്യും. ഓൾറെഡി റിസൾട്ട് കയറ്റിയ പ്രോഗ്രാംസ് ഇവിടെ ഉണ്ടാവും. ജസ്റ്റ് വേണ്ട പ്രോഗ്രാം സെലക്ട് ചെയ്യുക. പ്രോഗ്രാം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ടീമുകളുടെ സ്കോർ നില അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോ ടീമും എങ്ങനെയാണ് ടീമിവിടെ ചേഞ്ച് ആവുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സും ഇവിടെ ചേഞ്ച് ആവുന്നത് കാണാൻ കഴിയും. ആരാണ് കാൻഡിഡേറ്റ് ടോപ്പർ, നിലവിലെ കാൻഡിഡേറ്റ് ടോപ്പർ ആരാണെന്ന് അറിയാൻ കഴിയും. അപ്പോൾ വേണ്ട പ്രോഗ്രാം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ PDF എക്സ്പോർട്ട്, എക്സൽ എക്സ്പോർട്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ തന്നെ സേവ് ഡ്രാഫ്റ്റ് കൊടുക്കാം. സേവ് ഡ്രാഫ്റ്റ് എടുത്തിട്ട് ആവശ്യമുള്ള സമയത്ത് വന്ന് പബ്ലിഷ് ചെയ്താലും മതി. സേവ് ഡ്രാഫ്റ്റ് ഇനി അപ്പോൾ തന്നെ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ പബ്ലിഷ് റിസൾട്ട് കൊടുക്കാനും ഓപ്ഷൻ ഉണ്ട്. നേരെ പബ്ലിഷ് റിസൾട്ട് കൊടുക്കാം. റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വെബ്സൈറ്റിലേക്ക് പോയിട്ട് റിസൾട്ടിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാംസിൽ ആ ഒരു സെലക്ട് ചെയ്ത 3 പരിപാടികൾ പബ്ലിഷ് ആയത് കാണാൻ കഴിയും. ഓക്കെ, ഇനി ഈ പരിപാടികൾ എങ്ങനെ അൺപബ്ലിഷ് ചെയ്യാൻ നോക്കാം. അതിന് നേരത്തെ പോലെ തന്നെ റിലീസിൽ വരിക. റിലീസിൽ വന്നതിന് ശേഷം ഒരു ന്യൂ പ്രിപ്പയർ റിലീസ് കൊടുക്കുക. അതന്നെ അൺപബ്ലിഷ് ചെയ്തിട്ട് പുതിയ റിലീസ് കൊടുക്കുക. അൺപബ്ലിഷ് 1 കൊടുത്തു. പേര് എന്ത് നെയിമും കൊടുക്കട്ടോ. ഇവിടെ ഇപ്പോൾ പബ്ലിഷ് ചെയ്ത റിസൾട്ടുകൾ കാണിക്കുന്നുണ്ട്. എവിടെ ആ പരിപാടി വേണ്ട പരിപാടികൾ ഇപ്പോൾ GK ടാലൻ്റ് റിസൾട്ട് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അവിടെ തന്നെ ചേഞ്ചസ് ഇവിടെ കാണാൻ കഴിയും. നേരെ അൺപബ്ലിഷ് കൊടുക്കാം. ഈ പരിപാടി അൺപബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ആ പ്രോഗ്രാം അൺപബ്ലിഷ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം ഇവിടുന്ന് പോയത് കാണാൻ കഴിയും. ഇനി ഒരു പരിപാടി പെട്ടെന്ന് അൺപബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ആ പ്രോഗ്രാമിലേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ പ്രോഗ്രാം റിസൾട്ട് പബ്ലിഷ്ഡ് ആണ്. ഇവിടെ റിസൾട്ട് പബ്ലിഷ്ഡ് കാണാനുണ്ടല്ലോ. അപ്പോൾ ഇത് അൺപബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസൾട്ട്സിൽ ഇവിടെ അൺപബ്ലിഷ് റിസൾട്ട്സ് പെട്ടെന്ന് പബ്ലിഷ് ചെയ്യാൻ അൺപബ്ലിഷ് റിസൾട്ട്സ് കൊടുക്കുക. അർജൻറ്റ് അൺപബ്ലിഷ് കൊടുക്കുക. പ്രൊസീഡ് അർജൻറ്റ് അൺപബ്ലിഷ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ റിലീസിലേക്ക് പോയി. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇല്ല. നേരെ എന്താണ്, ഒറ്റയടിക്ക് അൺപബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെ നമുക്ക് പബ്ലിഷ് ചെയ്യാനും പറ്റും. നേരെ പബ്ലിഷ് റിസൾട്ട് കൊടുക്കുക, അർജൻറ്റ് പബ്ലിഷ് കൊടുക്കുക, നേരെ പ്രൊസീഡ്. അപ്പോൾ ഇത് ഒരു പരിപാടി മാത്രം പബ്ലിഷ് ചെയ്യാനാണ് ഈ ഒരു കാര്യം നമുക്ക് ഉപയോഗിക്കേണ്ടത്.